ദിവസം വിക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇവര് വിക്കാണോ വെക്കണത് ചിക്കൻ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഞങ്ങൾക്ക് വേറൊരു പരസ്യം ആവശ്യമില്ല. കാണാൻ വരും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു യാദൃച്ഛികമായൊരു വീഡിയോ ആണ് കേട്ടോ. വാപ്പ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസർഗോഡ് ഒരു ആവശ്യത്തിന് പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനെൻ്റെ വീട്ടിൽ പറഞ്ഞു ഞാട്ടി നമുക്കും പോയാലോ അങ്ങനെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടുണ്ടായ ഒരു ട്രിപ്പാണ് കേട്ടോ. ആരൊക്കെ പോകണം, എങ്ങനെയൊക്കെ പോകണം, ഏത് വണ്ടിയിൽ പോകണം, 2 വണ്ടിയിലായിട്ട് പോകണോ അങ്ങനെയൊക്കെ തീരുമാനിച്ച അവസാനം ഞങ്ങൾ വേറൊരു വലിയ വണ്ടി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ടീമാണ് കേട്ടോ. ഞങ്ങൾ ഓരോ തരത്തിലും ടീം ഇട്ടിട്ടാണ് ഓരോ ട്രിപ്പും പോവര് കേട്ടോ. ഈ ട്രിപ്പ് ഇതാ ഇങ്ങനെയാണ്. ഉണ്ണിക്കുട്ടനും ഉണ്ട്, പൂപ്പുക്കുട്ടനക്ക് തുണക്കായിട്ട് ഇക്കാടെ അമ്മയും ഇപ്പം കൂടി വന്നിട്ടോ. അതുകൊണ്ട് സമാധാനമായി. രാവിലെ എണീറ്റ് പോവാ, എന്നാ പിന്നെ കാഴ്ചകളൊക്കെ കുറെ കാണാം അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ തീരുമാനിച്ചു രാവിലെ വേണ്ട, രാത്രി തന്നെ അവിടെ പോയി റൂം എടുത്തു കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഫ്രഷ് ആയിട്ട് പോവാലോ എന്ന്. അങ്ങനെ രാത്രി 1 മണിക്ക് പുറപ്പെട്ട് പുലർച്ചെ 6 മണിയൊക്കെ ആവാൻ നേരത്താണ് അവിടെ എത്തിയത്. അങ്ങനെയൊക്കെ ഉള്ളൊരു യാത്രാവിശേഷമാണ് ഇന്നത്തെ വ്ളോഗില്. കാസർഗോഡ് നല്ല കാസർഗോഡ് കാസർഗോഡ് അവിടെ എത്തിയ റൂമിൽ കേറി ഇരിക്കുക. പുലർച്ചെ അവിടെ എത്തിയപ്പോൾ തോന്നി കിടന്നുറങ്ങിയാലോ എന്ന്. പിന്നെ തോന്നിയല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉറങ്ങാന്ന്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. അവിടെ എന്തോ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അപ്പൊ അതിന് തൂക്കിയതാണ് കേട്ടോ ഈ ഒരു തോരണങ്ങളൊക്കെ. വ്യത്യസ്തമായൊരു തോരണം, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാനത്. കുട്ടി നമ്മൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. അങ്ങനെ കാസർഗോഡ് എത്തിയിട്ട് ഇന്നാണ് കാസർഗോഡൊക്കെ ഒന്ന് കറങ്ങാൻ പോകുന്നത്. കാസർഗോഡ് എന്തൊക്കെയുള്ളതെന്ന് അറിയില്ല, പക്ഷെ അന്ന് നമ്മൾ കാസർഗോഡ് വന്നപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. പക്ഷെ രാത്രി ആയപ്പോ ഞങ്ങൾക്ക് കാണാനൊന്നും അപ്പൊ അവിടേക്കൊക്കെ പോകണം. അപ്പൊ ഇവിടെ സെറൂക്കോയിലിന്റെ ഒരു കമ്പനി ഉണ്ടല്ലോ, അപ്പൊ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ. അപ്പൊ അമ്മച്ചിക്ക് അതുണ്ടെന്നാണ്. അപ്പൊ അങ്ങോട്ട് പോകണം. അപ്പൊ ഞങ്ങൾ ആദ്യം പോവാൻ നിൽക്കുന്നത് അവരുടെ എണ്ണ കമ്പനിക്കാണ് കേട്ടോ, സെറൂക്കിന്റെ. അപ്പൊ ആദ്യം നമുക്ക് അവിടേക്ക് പോവാം. പോവാ ഓയിൽ കമ്പനിക്കാണ്. അമ്മച്ചിക്ക് അതൊക്കെ ഒന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് പോവാനല്ലേ. അപ്പൊ ഞങ്ങൾക്കും കാണാം, ഇന്നൊക്കെ കാണാൻ വരും. വരുന്നില്ല പറഞ്ഞ സ്ഥലത്ത് മെച്ചിക്കുന്ന അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. പച്ച കൊണ്ടുണ്ടാക്കുന്ന എണ്ണ കൊണ്ട് പച്ചക്കുപ്പായൊക്കെ നമ്മളെ ഓഫീസാണ്. അവിടെ പോയിട്ട് മെയിൻ ആളെ കാണാം. ഓയിൽ ഉണ്ടാക്കുന്നത് ഇവിടെ അല്ലല്ലേ, പക്ഷെ ചോദിച്ചു നോക്കാം. അവർ ചോദിച്ചു നോക്കാം. നമ്മളെ ഡയലോഗിന്റെ മെയിൻ ആളാണ്. നിങ്ങള് ഓയിൽ ഉണ്ടാക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ച് പ്രായമായിട്ട് വലിയ ആരോ ആള് വിചാരിച്ചിട്ടോ. വീട്ടിലുണ്ടാക്കുന്നത് പതുക്കെ സഹായിക്കുന്ന ആളായിട്ട് ആളാണ് കേട്ടോ മെയിൻ ആള്. പാരമ്പര്യമായിട്ട് തിരിച്ചു വരുന്ന ഓയിലാണ് ഉമ്മയിലേക്ക് എന്നിട്ട് എനിക്ക് കിട്ടി. അതെ തീർച്ചയായിട്ടും. അവരൊന്നും പിന്നെ ഇത് ഇത്ര പുറത്തേക്ക് ആക്കിയിട്ടുണ്ടാവില്ല. വീടിന്റെ അടുത്ത് പിന്നെ അത് കൂടുതൽ ഇങ്ങോട്ട് വരാനും വാങ്ങിച്ചാൽ വീണ്ടും 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 വാങ്ങിക്കാൻ തുടങ്ങി. നമുക്ക് വീട്ടിൽ പുറത്ത് കൊടുത്താലേ ആലോചിച്ചിട്ടുണ്ട്. ഇതുവരെ എത്തി. ഇതിപ്പോ ഏകദേശം 3 വർഷമായി തുടങ്ങിയിട്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുണ്ടാവും. എവിടെയാണ് ശരിക്കും നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നത്? നമ്മള് കാസർഗോഡ് ദേവിയിലാണ്. അവിടെ നമുക്ക് ഫാക്ടറി തീർച്ചയായിട്ടും നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതെ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് കെമിക്കലൊന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അതുപോലെ താരനും മുടി വെച്ച് മെയിൻ താരം നല്ല രീതിക്ക് മാറുന്നത്.
തീർച്ചയായിട്ടും. ഷഹനാസിന്റെ എണ്ണയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. അപ്പം എന്താ മുടി കൊഴിച്ചലിനും താരനിക്കും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഷഹനാസിന് തന്നെ മുടി ഉണ്ടോന്ന് ചോദിച്ചു നോക്കിയതാട്ടോ. അപ്പൊ മുടി കണ്ടപ്പോ എണ്ണക്ക് വേറൊരു പരസ്യം ആവശ്യമില്ല. പാരമ്പര്യമായിട്ട് തേച്ച് വരുന്നതായിരിക്കും എല്ലാം പണ്ട് മുതലേ ഈ എണ്ണ തേച്ച് തുടങ്ങിയോണ്ട് എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിയൊക്കെ കട്ട് ചെയ്തൊരു വീഡിയോക്ക് വേണ്ടിട്ട് കട്ട് ചെയ്ത് ആ വീഡിയോ എടുത്തിട്ട് അവർക്ക് കാണിക്കണം ഓയിൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതൊക്കെ അതിനൊക്കെ വേണ്ടിട്ട്. ഇതിപ്പോ എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും 4 വയസ്സ് മുതൽ പ്രായപരിധിയില്ലാത്ത ആണിനും പെണ്ണിനും രണ്ടുപേർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ഓൾ ഇന്ത്യയിൽ ഡെലിവറി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അവിടുന്ന് കസ്റ്റമേഴ്സ് വരാറുണ്ടോ? ഒരുപാട് വീട്ടിലേക്കൊക്കെ വന്നിട്ട് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും മേക്കിംഗ് ചെയ്യുന്നവരെ നോക്കാൻ ആൾക്കാർ വരും. അത് തീർച്ചയായിട്ടും. പിന്നെ യൂസേഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന രീതിക്കായിരിക്കണം അവർ അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. പക്ക റിസൾട്ടാണ്. പിന്നെ ഇതിൽ കെമിക്കലൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെയാണ് സോപ്പ് ഷാമ്പൂ ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്താ കെമിക്കൽ ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ്. അപ്പൊ കെമിക്കൽ ഇതിൽ ചേർക്കുമ്പോൾ കിട്ടൂല. ഇത് ഞങ്ങൾ ചെമ്പരത്തി താളിയൊക്കെ പറയുന്നുണ്ട്. ചെമ്പരത്തി പൊടി കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ചെമ്പരത്തി തടിയൊക്കെ ഉണ്ടോ? ഇല്ല, ഇപ്പൊ നിലവിൽ ഇറക്കിയിട്ടൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് മസാജ് ചെയ്യാനും 1/2 മണിക്കൂർ തലി വെക്കാനും ഞങ്ങൾ പറയുന്നുണ്ട്. നീരർക്ക് എലർജി ഉള്ളവർക്ക് ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് വേഗം കഴുകി കളഞ്ഞു ഞങ്ങൾ പറയുന്നുണ്ട്. അതെ, എല്ലാ പ്രശ്നമല്ല അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓയിലിന്റെ യൂസിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഷാമ്പു യൂസ് ചെയ്യാം. അങ്ങനത്തെ യൂസ് ചെയ്യാം. അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. പക്ഷെ നിർബന്ധമില്ല. അതായത് നമ്മൾ ഓയിലിന്റെ റിസൾട്ട് കിട്ടണമല്ലോ. വേറെ കെമിക്കൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്താൽ കിട്ടൂലല്ലോ. പെട്ടെന്ന് കിട്ടൂല റിസൾട്ട്. അതായത് നാച്ചുറൽ ആണ്. ഒരു ബോട്ടിൽ തീർച്ചയായിട്ടും ഒരു ബോട്ടിൽ നമുക്ക് 2 ദിവസം 3 ദിവസമൊക്കെ വരുന്നുണ്ട് ഒരാൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ് നിങ്ങൾ പറയുന്നതോടെ യൂസ് ചെയ്താലാണ് തേച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഷഹനാസിന്റെ പോലെ മുടിയൊക്കെ ഉണ്ടാവും. എണ്ണയുടെ പരസ്യങ്ങളിലൊക്കെ ഇങ്ങനെ കാണാലോ. കുറേ കൊണ്ടു മറിച്ചിടുന്ന കാണാം. ഒരുപാട് ഇതിലൊക്കെ എങ്ങനെയൊക്കെ 60ഓളം ഇൻഗ്രീഡിയൻസ് ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അതെ, ജെത്തമൻസി, അതുപോലെ ബ്രഹ്മി, ജീരകം, അതുപോലെ തന്നെ ഉലുവ, കറ്ററ, അങ്ങനെ പല നല്ല ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രത്തോളം റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളത്. പിന്നെ ഇത് ഞങ്ങൾക്ക് ഡിസംബർ മാസം ആകുമ്പോഴേക്കും ഓയിൽ കട്ട പിടിച്ചിട്ട് കുറെ റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. കട്ട പിടിക്കുന്നുണ്ടാവില്ലേ? അതെ, തീർച്ചയായിട്ടും. അത് കെമിക്കൽ ആയതുകൊണ്ടല്ല കേട്ടോ. കെമിക്കൽ അല്ലാത്തത് തീർച്ചയായിട്ടും. കെമിക്കലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരിക്കലും കട്ട പിടിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെറിയൊരു ചൂടുവെള്ളം ആക്കിയിട്ട് അതിൽ വെച്ചതിന് ശേഷം മെൽട്ടാക്കിയിട്ട് തേച്ചാൽ മതി. ഒരു കുഴപ്പമില്ല. കെമിക്കലൊന്നും ഇല്ലാതെ. അതെ, അതെ, തീർച്ചയായിട്ടും. എണ്ണ കട്ട പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും പേടിക്കണ്ട കേട്ടോ. തണുപ്പത്തും കട്ട പിടിക്കുന്ന ചില എണ്ണകളൊക്കെ ഉണ്ടാവുമല്ലോ. കട്ട പിടിക്കുക ചില ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. അതെ, തീർച്ചയായിട്ടും. കെമിക്കൽ ഇല്ലാത്ത സെറൂക്ക് ഓയിലാണ് ഇത്. 100% ഗ്യാരണ്ടി നമ്മൾ തരുന്നുണ്ട്. അതായത് ഇതില് കട്ട പിടിക്കില്ലാന്ന് നമ്മൾ ഉറപ്പാണ് നമുക്ക് തരുന്നുള്ളത്. അതായത് കെമിക്കൽ ചേർക്കില്ല. ഇല്ല, തീർച്ചയായിട്ടും. അപ്പൊ ഇതുവരെ 100% നാച്ചുറൽ ആയതുകൊണ്ട് കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഭാവിയിലും ഒരിക്കലില്ല. ഭാവിയിൽ ഞങ്ങൾ ഇത് ചെയ്യൂല. ഞങ്ങൾ കെമിക്കൽ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യും. തീർച്ചയായിട്ടും പാരമ്പര്യമായി അന്ന് കിട്ടിയ അതേപോലെ ഇനിയും പാരമ്പര്യമായിട്ട് തുടർന്ന് പോകാനോ. തീർച്ചയായിട്ടും. എന്നാലല്ലേ നമുക്ക് പിന്നെ ഓർഡറൊക്കെ കിട്ടുള്ളൂ. ശരിയാണ്. നമുക്ക് റിസൾട്ട് വേണമല്ലോ. ഒരാൾ വാങ്ങിച്ചിട്ട് പിന്നെയും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടി തന്നെയാണല്ലോ. അധികം വാങ്ങിച്ച ആൾക്കാരെ വാങ്ങിക്കുന്നതല്ല നിങ്ങൾ പറഞ്ഞത്. ഇതൊക്കെയുണ്ടോ സെറൂക്ക് ഓയിലിന്റെ വിശേഷങ്ങളൊക്കെ? ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ഇത് കാണുന്ന പ്രഷർ മുടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. അവർക്കൊക്കെ എങ്ങനെ ഇപ്പൊ ഇത് കിട്ടുക? വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം നിങ്ങൾക്ക് വാട്സപ്പിൽ ഓർഡർ ചെയ്യാം. പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വാങ്ങിക്കാം. എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് വീട്ടിൽ ശരിക്കും വാങ്ങിക്കേണ്ടത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ
വാട്സപ്പിൽ കൂടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെ. അതിഥി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ സെറൂക്ക്. ഗ്യാരണ്ടി ഗ്യാരണ്ടി തരുന്നുണ്ട്. പൊടിയായിട്ടാണ് ആള് പറയുന്നത്, ടെൻഷൻ ഇല്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിയാണ്. ഷൈനാസിന്റെ കസ്റ്റമർ കെയർ സെന്റർ ഓഫീസാണ് കേട്ടോ. ആദ്യം ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്തോണ്ടായിരുന്നു. ഫോണിലാണ് തൊടിവര്, ഇവരാണ് ഹാൻഡിൽ ചെയ്തത്. വലിയൊരു ടീം തന്നെയാണ് കേട്ടോ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട്. ഓർഡറും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് ഹെൽപ്പിനില്ലേ. തീർച്ചയായിട്ടും ഈ ഫോണിൽ തുടങ്ങിയിട്ട് ഇതുവരെ എത്തുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെ പ്രോഡക്റ്റ് നാച്ചുറൽ ആയതുകൊണ്ട് നല്ല റിസൾട്ടാണ്. അതുകൊണ്ട് ഈ ഒരു രീതിക്ക് എത്തിക്കഴിഞ്ഞു. മാഷാ അല്ലാഹ്. ഇനി ഒരുപാട് ഇതാവട്ടെ ഇനിയും. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. 8 ഉരുളിയിലാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത്. 9 ഉരുളിയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും 9 ഉരുളിയിൽ ഉണ്ടാക്കണം. പിന്നെ ആ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം അതിനെ അരച്ച് അതിന്റെ നീരൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നല്ല ഉണ്ടാക്കി കിട്ടി വരുന്ന ഒരു സന്തോഷാണ് അല്ലേ. നല്ല പാടുപെട്ടിട്ട് നല്ല കഷ്ടമുണ്ട്. കഷ്ടം വന്നാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് നമ്മളെ സന്തോഷം തന്നെ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ കുരുക്ക് വെളിച്ചെണ്ണ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ കൊപ്പര എടുത്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആണല്ലേ. അത് നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും കാണാമല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മള് മണി ബാഗ് ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് ഒരു കംപ്ലൈന്റ് വന്നിട്ടുമില്ല. മണി ബാഗ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അത്ര ഉപയോഗം ഇല്ലാന്ന് തോന്നിയാൽ മണി ബാഗ് ഗ്യാരണ്ടി തരും അല്ലേ. അതാണ് ഇതിന്റെ പിന്നില്. ഇതിപ്പോ ലൈസൻസ് പുറത്താണോ? ലൈസൻസ് മാത്രമല്ല, ലാബ് ടെസ്റ്റ് ചെയ്തതാണ്. പിന്നെ ISO GMP സർട്ടിഫൈഡ് കിട്ടിയ പ്രൊഡക്റ്റും കൂടിയാണ്. ISO GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓയിലാണ് ഓയിൽ കാച്ചി വിൽക്കണതല്ല. കഴിഞ്ഞതിന് ശേഷം കസ്റ്റമറിലേക്ക് എത്തുന്നത്. അല്ല അതുകൊണ്ടാണല്ലോ മണി ബാഗ് ഗ്യാരണ്ടി ഇത്ര കോൺഫിഡന്റ് ആയിട്ട് കൊടുക്കണത്. തീർച്ചയായിട്ടും. പിന്നെ ഇത് എന്തോ ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ തേച്ച് കസ്റ്റമർക്ക് ഇത് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ട്രൈക്കോ സ്കാൻ വെച്ച് നമ്മ പരിശോധിച്ചതിന് ശേഷമാണ് ഓയിൽ കൊടുക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് ഇവിടെ വന്ന ആർക്കും വേണമെങ്കിൽ നമ്മൾ പരിശോധിച്ച ശേഷം ടെസ്റ്റ് ചെയ്യുന്ന. അപ്പൊ ഉള്ളില്ലായ്മ, പിന്നെ വളരാതെ നിൽക്കുന്ന മുടിയാണോ, പൊട്ടിപ്പോകുന്ന മുടിയാണോ, എല്ലാം അതിൽ കാണുന്നുണ്ട്. ആ ടെസ്റ്റ് നമുക്ക് നടത്താട്ടോ. ഒരാളവിടെ അകത്ത് ഷൈനാസ് വിക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇവര് വിഗാണോ വെക്കണത്, വിഗാണോ വെക്കണത്. നിക്കാടെ തന്നെ നക്കാട് നോക്കിയേക്ക് കാണുന്നുണ്ട്. കാര്യപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ നിർത്താനില്ലേ. വേദെന്തായാലും ഉണ്ടാവില്ല. വലിയതായി കാണുമായിരിക്കല്ലേ ഉണ്ടെങ്കിൽ കണ്ട നല്ല തിക്കായിട്ടുള്ള മുടിയാണ്. ഷൈനാസിന്റെ എണ്ണയുടെ വിശേഷങ്ങളൊക്കെ കണ്ട് അറിഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടോ. ഷൈനാസിനെ കാണാൻ പറ്റിയതും അറിയാൻ പറ്റിയതൊക്കെ ഒരുപാട് സന്തോഷം. അതുപോലെ എണ്ണയുടെ വിശേഷങ്ങൾ പിന്നെ ഞങ്ങൾക്ക് എണ്ണ ഫ്രീ ആയിട്ട് കിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും തേച്ചിട്ട് 1 മാസം തേച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവുന്ന ഷൈനാസ് ഉറപ്പ് പറഞ്ഞേക്കണേ. റിസൾട്ട് ഇല്ലെങ്കിൽ പൈസ തിരിച്ചു തരുന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ. പക്ഷെ നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും പൈസ തിരിച്ചു തരുന്നതാണ് നമുക്ക് പറയുന്നത്. അതെ, നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗുണമില്ലാന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു കിട്ടും. പിന്നെ നമ്മൾ പറയുന്ന രീതിക്കായിരിക്കണം. അതെ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതുള്ള രീതിക്കായിരിക്കണം തേക്കേണ്ടത്. എന്തായാലും തേച്ച് നോക്കിയിട്ട് റിസൾട്ട് പറയട്ടെ കേട്ടോ. എന്തായാലും നിങ്ങൾ വാങ്ങിച്ചോളൂ. എന്തായാലും ഉറപ്പാണ്. ഷൈനാസ് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. സൂപ്പറാക്കായിരുന്നു. അതെ, മുടി ഇഷ്ടപ്പെടാത്തവരാരുണ്ടല്ലോ. തീർച്ചയായിട്ടും. ശരിക്കും ഓക്കെ. ഡെയിലി 500-ൽ പരം ഓർഡേഴ്സാണ് കേട്ടോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഉപയോഗിച്ചവർ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. നല്ല റിസൾട്ടാണ് ഇത്ര ഈ ഒരു എണ്ണക്ക്. കേരള, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ഗുജറാത്ത് അങ്ങനെ നോർത്ത് സൈഡിൽ നിന്നും ഒക്കെ ഇവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. മുടികൊഴിച്ചിലും താരനും ഒക്കെ ഉള്ളവർ എന്തായാലും ഇതൊന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല കട്ടിയുള്ള ഇടതൂർന്ന മുടി ഉണ്ടാവാനും. ഷൈനാസിന്റെ എണ്ണന്റെ വിശേഷങ്ങൾ എണ്ണ ഫ്രീ ആയി കിട്ടും ചെയ്തു. ഞങ്ങള് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോട്ടെ. എനിക്കൊന്ന് വീഡിയോ ഒന്നും എടുക്കാതെ പോവാൻ വേണ്ടത്. ആകെ ക്ഷീണമായിട്ടോ. യാത്രന്റെ അത്യാവശ്യമില്ലേ? കാസർഗോഡ് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് തോന്നിയല്ലോ. കാണാൻ വേണ്ടിട്ടാണ് ഞങ്ങള് കാസർഗോഡ് വന്നത് കേട്ടോ. പക്ഷെ ഒന്നും കണ്ടില്ല. കാണാൻ പോവാമോ? അതിനെന്താ കാണാൻ? രാത്രിയാണ് തിരക്കിയും ബീച്ചിലേക്ക് കൊണ്ടാകണം. കാസർഗോഡ് നമ്മൾ രാത്രി ബീച്ചൊക്കെ കാണിച്ചു തരാം. ചാമിക്കുട്ടി ഇതാ കുപ്പായൊക്കെ മാറ്റി ഡാൻസാ കാക്ക പറ കുപ്പായൊക്കെ മാറ്റി ഞങ്ങൾ ഇവിടെ കാസർഗോഡ് ഒരു കഫേയിൽ വന്നിക്ക. ഒരു ടർഫിൽ പോവാ.
യാമി ഫുട്ബോൾ കളിക്കാനാ? കുട്ടിക്കൊരു ബാൾ കൂടി കൊടുത്ത് തന്നിട്ട് ഞങ്ങൾ നിർത്താം. റൂം വെക്കിട്ട് ഇടിഞ്ഞു പോവാട്ടോ. അങ്ങനെ യാമിക്കുട്ടി ഒരു ബോൾ തട്ടി, അതിന് കാസർഗോഡ് വരേണ്ടി വന്നു. അതിന് കാസർഗോഡ് വരേണ്ടി വന്നു. ശരിയാ. എന്തായാലും ഷഹനാസിന്റെ സെറൂക്കോയിൽ നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തരാൻ പറ്റിയല്ലോ, അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നല്ല റിസൾട്ടുള്ള ഓയിലാണ് അത്രേ. അപ്പോൾ ഇത് കാണാൻ എല്ലാവർക്കും ഓൺലൈനായിട്ട് അവർ എത്തിച്ച് തരും. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാസർഗോഡ്ക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ കണ്ണൂരിൽ നിന്ന് റെനയുടെ വീട്ടുകാർ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെനയുടെ ഉപ്പയാണെങ്കിൽ ഗൾഫിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ കാസർഗോഡ് തങ്ങിയിട്ട് പിറ്റേ ദിവസം റെനയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.